കുറച്ച് ഡിഫറെൻ്റ് ആയ ചേരുവകളൊക്കെയുള്ള നല്ല ടേസ്റ്റി ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോൾ ടേസ്റ്റ് മാത്രം നോക്കിയാൽ പോരാ, ഹെൽത്തി ആണോ എന്ന കാര്യത്തിലും ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ഏത് രാജ്യത്തിൻ്റെതായിരിക്കും? വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലോകത്തിലെ ഏറ്റവും ആരോഗ്യകരമായ 7 ഭക്ഷണക്രമങ്ങൾ ഏതൊക്കെയാണെന്നറിയണ്ടേ? 7ാം സ്ഥാനത്ത് നിന്ന് തുടങ്ങാം. ഇന്ത്യൻ ഭക്ഷണക്രമം. ഇന്ത്യയെ പോലെ വൈവിധ്യമാർന്ന ഒരു രാജ്യത്തെ ഭക്ഷണത്തെക്കുറിച്ച് പറയുക പ്രയാസകരമാണ്. എങ്കിലും തവിടുള്ള ധാന്യങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, നെയ്യ് പോലുള്ള ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ ഇന്ത്യൻ ഭക്ഷണത്തിന്റെ അടിസ്ഥാനമാണ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മാംസവും കടൽ വിഭവങ്ങളും ഭക്ഷണത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, പ്രത്യേകിച്ച് കുരുമുളക്, ജീരകം, മല്ലി, ഇഞ്ചി എന്നിവയും പ്രാദേശികമായ പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയ്ക്കൊപ്പം തൈര്, മോര്, പനീർ തുടങ്ങിയ പാലുൽപ്പന്നങ്ങളും ഇന്ത്യൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നു. ഇത് ശരീരത്തിന് ആവശ്യമായ എനർജി, പ്രോട്ടീൻ, നാരുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ നൽകും. നിലക്കടല എണ്ണ, എള്ളെണ്ണ, കടുകെണ്ണ, വെളിച്ചെണ്ണ എന്നിവയാണ് പാചകത്തിന് ഉപയോഗിക്കുന്നത്. 6ാം സ്ഥാനം ശ്രീലങ്കൻ ഭക്ഷണക്രമം. വൈവിധ്യമാർന്ന ശ്രീലങ്കൻ വിഭവങ്ങളിൽ പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് സംസ്കാരങ്ങളുടെ സ്വാധീനമുണ്ട്. ഇന്ത്യ, ചൈന, മലായ്, അറബ് സ്വാധീനങ്ങളും ഇതിൽ കാണാം. നാളികേരം ഇതിലെ പ്രധാന ചേരുവയാണ്. കറികളിൽ തേങ്ങാപ്പാലും സംബോളുകളിൽ ചിരകിയ തേങ്ങയും ഉപയോഗിക്കുന്നു. പ്രധാനമായും ചോറ് അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇവരുടെ ഭക്ഷണക്രമം. പച്ചക്കറികൾ, കടൽ വിഭവങ്ങൾ എന്നിവയോടൊപ്പം മഞ്ഞൾ, കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളും ഇതിൽ ധാരാളമുണ്ട്. ചോറും മീൻകറിയും അല്ലെങ്കിൽ ഇറച്ചിക്കറി, പോൾ സംബോൾ, ഇടിയപ്പം, കൊത്തുപൊറോട്ട എന്നിവയാണ് പ്രധാന ശ്രീലങ്കൻ വിഭവങ്ങൾ. 5ാം സ്ഥാനം ഇറ്റാലിയൻ ഭക്ഷണക്രമം. ഇറ്റാലിയൻ ഭക്ഷണം എന്നാൽ പിസ്സ മാത്രമല്ല. തവിടുള്ള ധാന്യങ്ങൾ, തക്കാളി, പച്ചക്കറികൾ, മത്സ്യം, കോഴിയിറച്ചി, ഒലിവ് ഓയിൽ, ചീസ്, സുഗന്ധസസ്യങ്ങൾ എന്നിവയാണ് ഇറ്റാലിയൻ ഭക്ഷണത്തിന്റെ അടിസ്ഥാനം. നാരുകൾ ധാരാളമുള്ള മുഴുഗോതമ്പ് ഉപയോഗിച്ചുള്ള പാസ്തയും ബ്രെഡും ഇതിൽ ഉൾപ്പെടുന്നു. സംസ്കരിച്ചതോ പാക്ക് ചെയ്തതോ ആയ ഭക്ഷണങ്ങൾ വളരെ കുറവാണെന്നതാണ് ഇതിന്റെ പ്രത്യേകത. മുസറല്ല, പെക്കോറിനോ തുടങ്ങിയ ചീസുകൾ, ലസാനിയ, ആറഞ്ചിനി, കപ്രേസെ സാലഡ്, റിസോട്ടോ, ബ്രൂസ്കേട്ട എന്നിവ ഇറ്റാലിയൻ വിഭവങ്ങളിൽ പ്രധാനമാണ്. 4ാം സ്ഥാനത്ത് കൊറിയൻ ഭക്ഷണക്രമം. ധാരാളം പച്ചക്കറികളും പുളിപ്പിച്ച ഭക്ഷണങ്ങളും ഉൾപ്പെടുന്ന കൊറിയൻ ഭക്ഷണക്രമം ലോകത്തിലെ ഏറ്റവും ആരോഗ്യകരമായ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ടോഫു, കടൽ വിഭവങ്ങൾ, കോഴിയിറച്ചി തുടങ്ങിയ കൊഴുപ്പ് കുറഞ്ഞ പ്രോട്ടീൻ സ്രോതസ്സുകളാണ് ഇതിന് പോഷകഗുണം നൽകുന്നത്. റെഡ് മീറ്റിനെ അപേക്ഷിച്ച് ഇതിൽ കലോറി വളരെ കുറവാണ്. ഭക്ഷണം പാകം ചെയ്യുന്ന രീതിയും ഹൃദയാരോഗ്യത്തിന് അനുയോജ്യമാണ്. ഗ്രില്ലിംഗ്, സ്റ്റീമിംഗ്, ബോയിലിംഗ് അല്ലെങ്കിൽ സ്റ്റിർ ഫ്രൈയിങ് രീതികൾ ഉപയോഗിക്കുന്നതിനാൽ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല. എണ്ണയുടെ ഉപയോഗവും വളരെ കുറവാണ്. പച്ചക്കറികൾ പുളിപ്പിച്ചുണ്ടാക്കുന്ന കിംചി എന്ന വിഭവത്തിൽ ഗുണകരമായ ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും. ബീംബിബാപ്പ്, ബൂൾഗോഗി, ഗോച്ചുജാങ്, ബാൻചാങ് എന്നീ സോസുകൾ, മുള്ളങ്കി അച്ചാർ എന്നിവ കൊറിയൻ ഭക്ഷണത്തിന്റെ ഭാഗമാണ്. 3ാം സ്ഥാനം ഗ്രീക്ക് വിഭവങ്ങൾ. കൂട്ടമായിരുന്നുള്ള ഭക്ഷണ രീതി ഗ്രീക്ക് സംസ്കാരത്തിന്റെ പ്രധാന ഭാഗമാണ്. ഇത് ഭക്ഷണത്തെ ഗൗരവത്തോടെ സമീപിക്കാൻ പ്രേരിപ്പിക്കുകയും ആരോഗ്യത്തിന് ഗുണകരമാവുകയും ചെയ്യുന്നു. ഫ്രഷ് മത്സ്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ ഗ്രീക്ക് വിഭവങ്ങളിൽ ധാരാളമായി ഉപയോഗിക്കുന്നു. ഒലിവ് ഓയിൽ, നട്ട്സ് തുടങ്ങിയ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഇതിലടങ്ങിയിട്ടുള്ളതിനാൽ ഹൃദയാരോഗ്യത്തിനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ശരീരത്തിലെ ഇൻഫ്ലമേഷൻ തടയാനും ഇത് സഹായിക്കും. ഹൃദ്രോഗം, സ്ട്രോക്ക്, പ്രമേഹം, പൊണ്ണത്തടി എന്നിവയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യും. ബ്രിയാം, കെഫ്തദസ്, സുസുസാഗിയ, ടിഫാദോ, സാസിഗി, മെലിൽസാനോ സലാറ്റ എന്നിവയാണ് പരമ്പരാഗത ഗ്രീക്ക് വിഭവങ്ങൾ. 2ാം സ്ഥാനം മെഡിറ്ററേനിയൻ ഭക്ഷണക്രമം. ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമായ ഈ ഭക്ഷണക്രമം പ്രധാനമായും പ്രോസസ് ചെയ്യാത്ത ഭക്ഷണങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പാലുൽപ്പന്നങ്ങളുടെയും റെഡ് മീറ്റിന്റെയും ഉപയോഗം ഇതിൽ വളരെ കുറവാണ്. മെഡിറ്ററേനിയൻ ജീവിതശൈലി ശാരീരിക വ്യായാമത്തിനും ഭക്ഷണ സമയത്തെ സാമൂഹിക ഇടപെടലുകൾക്കും വലിയ പ്രാധാന്യം നൽകുന്നതിനാൽ ഇത് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും. മത്സ്യം പ്രധാന ആഹാരമായതിനാൽ ഇതിൽ ഒമേഗ 3 ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇവ ചില ക്യാൻസറുകളുടെ സാധ്യത കുറയ്ക്കാനും സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണത്തിനും തലച്ചോറിന്റെ പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്താനും അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാനും ഈ ഭക്ഷണക്രമം ഗുണകരമാണ്. ഹുമ്മസ് വിത്ത് പീറ്റ, തഹീനി സോസ് ചേർത്ത് ഫലാഫൽ, ഷക്ഷൂക്ക, ചിക്കൻ സുവ്ലാക്കി, തബൂലെ എന്നിവയാണ് പ്രധാന മെഡിറ്ററേനിയൻ വിഭവങ്ങൾ. ഇനി ആരോഗ്യകരമായ ഭക്ഷണം പിന്തുടരുന്നതിൽ ഏത് രാജ്യമാണ് 1ാം സ്ഥാനത്ത് എന്നറിയണ്ടേ? 1ാം സ്ഥാനം ജാപ്പനീസ് ഭക്ഷണക്രമം.
അങ്ങേയറ്റം സന്തുലിതമായ ഒന്നാണ് ജപ്പാനിലെ ഭക്ഷണരീതി. ഓരോ നേരത്തെ ഭക്ഷണത്തിലും കലോറി കുറവാണെന്ന് ഉറപ്പാക്കുന്ന ചെറിയ അളവിലുള്ള വിളമ്പൽ രീതിയാണ് ഇതിനെ വേറിട്ട് നിർത്തുന്നത്. ഒരു ചെറിയ പാത്രം ചോറ് സാധാരണയായി സൈഡ് ഡിഷായി കഴിക്കുമ്പോൾ പ്രധാന ഭക്ഷണത്തിൽ മത്സ്യം, ടോഫു, കടൽ വിഭവങ്ങൾ, ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമായ കടൽ പായൽ, മധുരക്കിഴങ്ങ് എന്നിവ ഉൾപ്പെടുന്നു. ഈ ഭക്ഷണക്രമം പൂരിത കൊഴുപ്പിന്റെ ഉപയോഗം കുറയ്ക്കുകയും പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. കൂടാതെ ഇതിലെ ചേരുവകൾക്ക് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായതിനാൽ ദഹനം സുഗമമാക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കും. വികസിത രാജ്യങ്ങൾക്കിടയിൽ പൊണ്ണത്തടി ഏറ്റവും കുറഞ്ഞതും ആയുർദൈർഘ്യം ഏറ്റവും ഉയർന്നതുമായ രാജ്യമാണ് ജപ്പാൻ. ഇതിന് കാരണം ഇവിടുത്തെ ആരോഗ്യകരമായ ഭക്ഷണ രീതിയാണ്. ചോറ്, മിസോ സൂപ്പ്, ഗ്രിൽ ചെയ്ത മത്സ്യം, സഷിമി, അച്ചാറിട്ട പച്ചക്കറികൾ എന്നിവ ജപ്പാനിലെ പരമ്പരാഗത വിഭവങ്ങളിൽ ഉൾപ്പെടുന്നു.